ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ആഗസ്റ്റ് മാസം 6-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് OTT റിലീസ് ചെയ്തതും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട തമിഴ് മൂവിയാണ്. യാതും അറിയാമെന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴി ആഗസ്റ്റ് മാസം 8-ാം തീയതി ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്ത ഒരു സീരീസാണ്, ഒരു പിന്നെ സൂപ്പർ നാച്ചുറൽ ഹൊറർ ത്രില്ലർ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസാണ് വെനസ്ഡേ എന്ന് പറഞ്ഞ സീരീസ്. ഈ സീരീസിന്റെ 2-ാമത്തെ സീസണിൽ 4 എപ്പിസോഡുകൾ ഇന്ന് നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള 4 എപ്പിസോഡുകൾ സെപ്റ്റംബർ മാസം 3-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഒരു കോമഡി ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ പിക്കപ്പ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, മലയാളം ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്, ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ്. മെറ്റീരിയലിസ്റ്റ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസിൽ 2 ഓപ്ഷനിലാണ് ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലായിട്ട് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന സിനിമയാണ്. ആമസോൺ പ്രൈമിൽ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് 2 ഓപ്ഷനിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തൊരു ആനിമേഷൻ ചൈനീസ് മൂവിയാണ്. നേഴ 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നേഴയുടെ സെക്കൻഡ് പാർട്ടാണ് ഈ സിനിമ ഡേറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. ചൈനീസ് ആനിമേഷൻ മൂവിയാണ്. 2025 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയാണ്. അതുകൂടാതെ എക്കാലത്തെയും 5-ാമത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ കൂടിയാണ് ഈ സിനിമ എന്നുള്ളത്. അതുപോലെ ഒരുപാട് റെക്കോർഡുകൾ ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സിനിമ ഡീറ്റെയിലി അവൈലബിൾ ആണ്. ഓക്കെ, അടുത്തത് ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. 28 years later എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ഈ സിനിമ ആമസോൺ പ്രൈമിലും ബുക്ക് മൈ ഷോസിലായിട്ട് 2 ഓപ്ഷനിൽ അവൈലബിൾ ആണ്. അടുത്ത ഒരു ഹിന്ദി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈവനിങ് ഷാഡോസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസിലാണ് ഇപ്പോൾ ഈ സിനിമ ഹിന്ദി ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. മായ സഭ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. തെലുങ്കു സീരീസ് ആണ്. തെലുങ്ക് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ഈ ഒരു സീരീസ് സോണി ലിവിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. നിമിട്ട മത്ര എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കന്നഡ ഭാഷയിൽ ബുക്ക് മൈ ഷോസിലും സൺനെക്സിലുമാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കന്നഡ മൂവിയാണ്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ സിനിമയാണ്. ഫോട്ടോ എന്ന് പറഞ്ഞ സിനിമ ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ കന്നഡ ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത നമ്മുടെ മമ്മൂക്ക പ്രധാന വേഷം കൈകാര്യം ചെയ്ത് ഗൗതം വാസുദേവനെ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ആണ് സിനിമ. ഈ സിനിമയ്ക്ക് വേണ്ടി പലരും ഒരുപാട് കാലമായി കാത്തിരിക്കുന്നു. ഇന്ന് വരും നാളെ വരും പ്രതീക്ഷയോട് കൂടി തന്നെ കാത്തിരിക്കുകയാണ് ഈ സിനിമ എന്നുള്ളത്. അന്ന് പറഞ്ഞ പോലെ തന്നെ ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ മാസം തന്നെ ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ മാസം തന്നെ, ആഗസ്റ്റ് മാസം തന്നെ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആമസോൺ പ്രൈം വഴി. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിലേക്ക് സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.